അപ്പോൾ നമ്മൾ ഒന്ന് ഉണ്ടാക്കാൻ പോണ ചില്ലി ചിക്കനും അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ ആ ചിക്കൻ കറിക്ക് വേണ്ടി നമ്മളിതവിടെ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മളിത് സബോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി നല്ല ബലമുണ്ട് കേട്ടോ, നന്നായി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നല്ല ബലമുണ്ട്. പിന്നെ വേറെ നോക്കിയില്ല, പിന്നെ തക്കാളി അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നേരെ കിട്ടിയത് പിന്നെ മുളകാണ് കേട്ടോ. മുളക് പിന്നെ നല്ല അടിപൊളി നീളത്തിൽ ഞാൻ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കീറിയിട്ട് കണ്ണൊക്കെ നന്നായി എരിയുന്നുണ്ട്, കൈയൊക്കെ നന്നായിട്ട് എരിയുന്നുണ്ട്. അതൊന്നും നോക്കിയില്ല ഞാൻ കേട്ടോ. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് പിന്നെ മറ്റേ എല്ലാം കൂടി ആയിന്, അതുപോലെ ഉരുളക്കിഴങ്ങ് അതിന്, തക്കാളി അതിന്, മുളക് അതിന്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കറിയിൽ കൊണ്ടിടാം, നോക്കാം. അപ്പോൾ ഇതാ കറിയിൽ നമ്മൾ കൊണ്ടിട്ടുണ്ട്, എല്ലാം കൊണ്ടിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നല്ലെങ്കിൽ അടിപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അതിന് വേണ്ട കൂട്ടുകൾ നമ്മൾ ഇടണം. അപ്പോൾ ആവിയൊക്കെ നന്നായി പോകുന്നുണ്ട് കേട്ടോ, നല്ല ചട്ടിയൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇളക്കിയപ്പോൾ പിന്നെ പേസ്റ്റ്, നമ്മൾ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ എല്ലാം, വെളുത്തുള്ളി എല്ലാം കൂടി, അപ്പോൾ പേസ്റ്റെല്ലാം നന്നായി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് അടിപിടിക്കാൻ പറ്റില്ല, പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് നമ്മൾ പരമാവധി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നേരെ നമ്മളിതാ എണ്ണയ്ക്ക് നല്ല ചില്ലി ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങ് ചിക്കൻ ഇട്ട് കൊടുത്തു. ചില്ലി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. ചില്ലി ചിക്കൻ പറഞ്ഞാൽ അടിപൊളി ചില്ലി ചിക്കൻ പറഞ്ഞാൽ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇട്ട വഴിക്കന്നെ കേട്ടോ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇത് എന്തായാലും നമ്മളിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ്റെ ഒപ്പം പൊറോട്ടയും ചപ്പാത്തിയും പത്തിരിയൊക്കെയാണ്. അപ്പോൾ നമ്മളിതാ ചിക്കൻ കറിക്കുള്ള നമ്മൾ മുളക് കുറച്ചിട്ട് കൊടുക്കേണ്ടത്, മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ലേശം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം പിന്നെ മല്ലിപ്പൊടി ലേശം ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മാക്സിമം നന്നായിട്ട് അങ്ങോട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കുക പറഞ്ഞാൽ നന്നായിട്ട് അടിപിടിക്കാത്ത പോലെ ഇളക്കണം കേട്ടോ. അടിപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ചിക്കൻ കറി ഇവിടെ കുളമായി പോകും. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തു, അത് ഓക്കെ ആയി. അപ്പോൾ അതാ ചില്ലി ചിക്കൻ തിളച്ച് കൊടുക്കുന്നുണ്ട്. ചില്ലി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറിച്ചിടാനൊക്കെ കുറച്ച് നേരം നോക്കിയിന്, മറിച്ചിടാൻ പറ്റിയില്ല, അപ്പോൾ ആയിട്ടില്ല. ഒരു സൈഡായിട്ടേ മറിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാവും ഇപ്പോൾ എവിടെ ആവണ്, എണ്ണ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സാധനം ഇങ്ങനെ വേവണമില്ല. നമ്മൾ ആകെ കുളമോ വിചാരിച്ചാൽ. എന്നിട്ട് പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ചില്ലി നന്നായിട്ട് വീണ്ടും നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. നമുക്ക് നേരത്തെ ആകുമ്പോൾ മറിച്ചിട്ടില്ല കേട്ടോ, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സംഭവം. പിന്നെ രണ്ടാം പറയും കുറച്ചും കൂടി ചില്ലി അതിൽ കിട്ടും കേട്ടോ. കുറച്ചും കൂടി ചില്ലി ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാൻ നോക്കി നമ്മൾ കേട്ടോ. നന്നായിട്ട് എണ്ണ തിളക്കുന്നുണ്ട്. ആ തിളക്കിനെ തന്നെ അങ്ങോട്ട് മറിച്ചിട്ടിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ചില്ലി, ഇവിടെ നമുക്ക് ചില്ലി ഒന്നും കൂടി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഫുഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊറോട്ടയും ചില്ലിയാണ് നമ്മളൊന്നും ഉണ്ടാക്കിയത് കേട്ടോ. നല്ല അടിപൊളി പൊറോട്ടയും നല്ല അടിപൊളി ചില്ലിയും. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.